ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ആദ്യത്തെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ചേഞ്ച് വന്നു. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളതായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇത്ര ക്വസ്റ്റ്യനെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. 30 മാർക്കാണ് നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നതെങ്കിലും ഇവിടെ സീലിംഗ് വരുന്നത് 25 മാർക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ 15 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2021 22. ആ ക്വസ്റ്റ്യൻസ് കുറേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് അടുത്ത് നിൽക്കുന്ന പോയിന്റുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു എല്ലാം പരസ്പര ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആ രീതിയിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഹു ഈസ് എ പ്രൊമോട്ടർ. അപ്പോൾ ഈ പ്രൊമോട്ടറെ റിലേറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് ആരാണ് പ്രൊമോട്ടർ. അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും മെസ്സേജിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു കമ്പനി എന്താണെന്ന് ഡിഫൈൻ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. എന്താണ് കമ്പനി? അപ്പോൾ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ടല്ലോ, ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ കമ്പനി എന്താണെന്നുള്ളത് കൊടുക്കുക. പിന്നെ ചോദിച്ചിരിക്കുക വാട്ട് ഡു യു മീൻ ബൈ ബൈബാക്ക് ഓഫ് ഷെയർസ്. എന്താണ് ഈ ബൈബാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ഒരിക്കൽ സെയിൽ ചെയ്ത ഷെയർസ് തിരിച്ച് നമ്മൾ തന്നെ ഏറ്റെടുത്തോളാം അല്ലെങ്കിൽ വാങ്ങാം എന്ന് പറയുന്നൊരു ഗ്യാരണ്ടി, അത് തന്നെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ. അപ്പം 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ കോർപ്പറേറ്റ് വീലിനെ കുറിച്ച് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ കോർപ്പറേറ്റ് കമ്പനിയുടെ മുഖപടം? അത് വലിച്ചു കീറുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അതായത് പുറത്ത് കാണിക്കുന്ന ഒന്ന്, അകത്ത് നടക്കുന്ന വേറൊന്ന്. അത് ചില സമയങ്ങളിൽ പിടിക്കപ്പെടുന്നൊരു കാര്യങ്ങളാണ് അല്ലേ. അപ്പം അത്തരത്തിലൊരു ആക്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ആ കോർപ്പറേറ്റ് വീൽ ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചോളുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്തതാണ്. എപ്പോഴാണ് റീമെറ്റീരിയലൈസ് ചെയ്യുന്നത്? കാരണം നമുക്ക് ഇപ്പം ഷെയർസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഡിമാറ്റ് ഫോമിലും കിട്ടും. റീമെറ്റീരിയലൈസ്ഡ് പറഞ്ഞാൽ ഫിസിക്കൽ ഫോമിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ എന്താ പറയുക ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റുന്നതാണ്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതേസമയം എല്ലാം ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു റെക്കോർഡോ പ്രൂഫോ ഒന്നും നമ്മുടെ ഇല്ലെല്ലാം അത് ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ കയ്യിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഡിമാറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. തിരിച്ച് വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പഴയ പോലെ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെ തന്നെ റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചത് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന്. ഒരാൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയ ഡോക്യുമെൻ്റാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഏത് കമ്പനിയുടെ എത്ര ഷെയർസ്, എത്ര രൂപയ്ക്ക്, എത്ര വർഷത്തേക്ക്, എന്താണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന, അതായത് നമ്മൾ ഷെയർ ആ കമ്പനിയുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് തന്നെയാണ്. എത്ര ഷെയർ വാങ്ങി എന്നൊക്കെ അത് തിരിച്ചു കൊടുക്കണം, അതിൽ എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് അതെല്ലാം അടങ്ങിയത് തന്നെയാണ്. വാട്ട് ഡു യു മീൻ ബൈ കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതും ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആണ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് ചോദിച്ചിട്ട് എക്സ്പാൻഡ് ESOP. ഇസോപ്പ് എന്ന് പറയാം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 8 ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചോദിച്ചു വാട്ട് ഈസ് റെസൊല്യൂഷൻ. എപ്പോഴാണ് പ്രമേയം പാസ്സാക്കുന്നത്, എന്താണ് പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എക്സ്പ്ലെയിൻ ടേബിൾ A. എന്തിനാണ് ടേബിൾ A എന്ന് പറയുന്നത്? അതായത് നമ്മുടെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു രജിസ്ട്രാറുമായിട്ട് നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയത്ത് ആർട്ടിക്കിൾസിനോട് സാമ്യത ഉള്ള ഏകദേശം 99 ഷെഡ്യൂൾ 1 കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 വരുന്ന 99ഓളം സെറ്റ് മോഡൽസിനെ തന്നെയാണ് ഈ ടേബിൾ A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം നമ്മൾ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിൽ തന്നെയാണ് ഇത് വരുന്നത്. വാട്ട് ഈസ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഷെയർ ഫോർഫീച്ചർ എന്താണ്? ഫോർഫീറ്റ് ചെയ്യാന്ന് പറയുന്നത് കമ്പൽസറി ടേക്കൺ ബാക്ക് ബൈ ദ കമ്പനി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ വരുന്നുണ്ട് അല്ലേ. ആപ്ലിക്കേഷൻ വിളിക്കണം, അലോട്ട്മെൻറ്റ്, കോള്, ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്ത് അടയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ആദ്യം അത് ഇൻഫോം ചെയ്യലും നോട്ടീസ് പീരീഡ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മളതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കമ്പനിക്ക് നിർബന്ധമായിട്ട് നമ്മളുടെ നിന്ന് അത് പിടിച്ചു വാങ്ങാനുള്ള അധികാരമുണ്ട്. ഇതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് കമ്പനി പബ്ലിക്കിന് ഇൻഫർമേഷൻ കൊടുക്കുക. അവർ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതുമായി പറയുന്ന എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിരിക്കുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന
ഡീറ്റെയിൽസ് തന്നെയാണ് പ്രോസ്പെക്ടസിൻ്റെ പത്രിക എന്നുള്ളത് പറയുന്നത് ആ രൂപത്തിൽ നമ്മൾ പറയപ്പെടുന്നത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്? എപ്പോഴാണ് ചില സ്റ്റാറ്റ്യൂട്ടറി അതായത് നിയമപ്രകാരം തന്നെ ഒരു കമ്പനിയുടെ പല സ്റ്റേജസിൽ നമ്മൾ ഇത്ര മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അല്ലാതെ നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം, എങ്കിലും വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മൾ കൂടിയിരിക്കണം. അതൊക്കെ അതിൽ നിയമപ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചാൽ വാട്ട് ഈസ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ്? കമ്പനി അപ്പോൾ അതിൻ്റെ ആ സ്റ്റേജസ് പറഞ്ഞല്ലോ, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ, പിന്നെ ഇൻകോർപ്പറേഷൻ, പിന്നെ അതിന് ശേഷം വരുന്ന പോർഷൻസ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഒറിജിനലി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ആ മുന്നത്തെ സ്റ്റേജിൽ ചെയ്യുന്ന കോൺട്രാക്റ്റ് തന്നെയാണ്. പിന്നെ ചോദിക്കുന്നത് വാട്ട് ഈസ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവിടുത്തെ എംപ്ലോയീസിന് ഫസ്റ്റ് ഓഫർ കൊടുക്കുകയാണ്. ഈ ഷെയർ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളവിടുത്തെ എംപ്ലോയി ആണ് എന്നൊരു കൺസിഡറേഷൻ കൊടുക്കുകയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ നമ്മുടെ എംപ്ലോയീസിന് ഒരു അവസരം കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് അവർ തരുന്ന ഒരു റിവാർഡായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ വന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 ക്വസ്റ്റ്യനോളം റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ മുന്നേ ചോദിച്ചതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൈറ്റ് ഷെയർ ആൻഡ് ബോണസ് ഷെയർ. ഷെയറിൻ്റെ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇപ്പം ഷെയറുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. എന്താ ഷെയർ, ഫോർ ഫീച്ചർ എന്താണ്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ റൈറ്റ് ഷെയറും ബോണസ് ഷെയറിൻ്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. സെബിയുടെ പവർ ആൻഡ് ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെബിയുടെ പവറും ഫങ്ഷൻസും ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഫോർ വാലിഡ് മീറ്റിംഗ്? ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യം, എത്ര മെമ്പേഴ്സ്, അതായത് അതിൻ്റെ ടൈം, എത്ര ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം, ഏതാ സ്ഥലം, എത്ര സമയത്താണ്, ഏത് ഡേറ്റ്, ലൊക്കേഷൻ എല്ലാം കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക എത്ര ദിവസം മുന്നേ. അതേപോലെ അതിൽ മിനിമം ഇത്ര മെമ്പേഴ്സെങ്കിലും വന്നിട്ടുണ്ടാവണം, റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നതിന് ഇത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു മീറ്റിംഗ് വാലിഡ് ആവണമെങ്കിൽ വേണ്ട കാര്യങ്ങൾ. പിന്നെ റെസൊല്യൂഷൻ എന്താണെന്ന് 2 മാർക്കിന് അവിടെ ചോദിച്ചു. ഇപ്പോൾ ചോദിച്ചു ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി? വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതിൽ പഠിക്കേണ്ടത് 2 മാർക്കിന് എന്താണ് ഒരു പബ്ലിക് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യാം, പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് ചോദിക്കാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഷെയർ, അൺലിമിറ്റഡ്, ഇതെല്ലാം നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു കാര്യമാണ് 2 മാർക്കിന് വാട്ട് ഈസ് SAT എന്നുള്ളത്. അതായത് സെക്യൂരിറ്റി അപ്ലൈഡ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. ഒരു ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രക്രിയയിൽ ആ പ്രോസസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സെബിയിൽ നിന്ന് റിഡ്രസ് ചെയ്ത് കിട്ടാനും, അല്ലെങ്കിൽ അതിലും നമ്മൾ തൃപ്തരല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയും ഹയറായിട്ട് വരുന്ന സെക്യൂരിറ്റി അപ്ലൈഡ് ട്രിബ്യൂണലിൽ നമ്മൾ ആ ഒരു നമ്മുടെ ഗ്രീവൻസ് റിഡ്രസ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടീസും ഫംഗ്ഷനും എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ എക്സെപ്ഷൻ കേസസ് ടു ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്? ഇൻഡോർ മാനേജ്മെൻറ്റ് എന്താണ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും ചില കാര്യങ്ങൾ അതിൽ നമുക്കൊരു വിട്ടുവീഴ്ച ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഒഴിച്ചിട്ടുണ്ട്, എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. അപ്പോൾ നേരത്തെ പബ്ലിക് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്, ഡിഫറൻസ് ചോദിച്ചു. വീണ്ടും ഗവൺമെൻറ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? കാരണം ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് എങ്ങനെയാണ് 51% ഷെയറും ഗവൺമെൻറ് ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഒരു കമ്പനി പബ്ലിക് ആവുന്നത്, ഗവൺമെൻറ് ആവുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫൈൻ ദ ടേം. SLക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർ അണ്ടർ കമ്പനീസ് ആക്ട്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഷെയർ എന്നുള്ളതും ഏതൊക്കെ തരത്തിലുള്ള ഷെയർ ഉണ്ട് എന്നുള്ളതും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. 2 ക്ലാസിഫിക്കേഷനാണ്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയർ പറഞ്ഞാൽ ഓണർഷിപ്പാണ് കാണിക്കുന്നത്. പ്രിഫറൻസ് ആണെങ്കിൽ കുറച്ചും കൂടി ചില എന്താ പറയുക മുൻതൂക്കം അല്ലെങ്കിൽ പ്രിഫറൻസ് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നു എന്നുള്ളതാണ്. പ്രിഫറൻസിൽ തന്നെ ഒരു 8 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, റെഡീമബിളും ഇറെഡീമബിളും, അതേപോലെ തന്നെ ബാക്കിയുള്ള അത് ചില വോട്ടിംഗ് റൈറ്റ് ഉള്ളതും, പിന്നെ നമുക്ക് തിരിച്ച് കൊടുക്കേണ്ടതും, ക്യുമുലേറ്റീവായിട്ട് വരുന്നതും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഷെയർസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്നവിടെ മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് SA ക്വസ്റ്റ്യൻ ഇവിടെ ഇപ്പോൾ പ്രാവശ്യം 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതിന് മുന്നേ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു.
അതിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. എങ്ങനെയൊക്കെ ഒരു കമ്പനീനെ വൈൻഡപ്പ് ചെയ്യാം, അതായത് കമ്പൽസറി ആയിട്ട് ചെയ്യിപ്പിക്കണതുകൊണ്ട് വോളണ്ടറി ആയിട്ടും വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആ 2 കേസുകളെ ഡീറ്റെയിലായിട്ട് പറയാം. എപ്പോഴൊക്കെ ഒരു കമ്പനിക്ക് സ്വമേധയാ വൈൻഡപ്പ് ചെയ്യാം, എപ്പോഴൊക്കെയാണ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടി വരുന്നത്, ആ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളതൊക്കെ പറയാം. 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഹു ഈസ് എ ഡയറക്ടർ. ഡയറക്ടർ ആരാണ്? എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് ആണ് 2013 ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എങ്ങനെയാണ് ഒരു ഡയറക്ടറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഓരോ കമ്പനിക്ക് ഒരു ഡയറക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ഡ്യൂട്ടീസും അതേപോലെ തന്നെ റൈറ്റ്സും എന്താണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള 3 essay ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി പഠിച്ച ഒരാൾക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. കാരണം വളരെ ഡയറക്റ്റായി ചോദിച്ച കുറേ കാര്യങ്ങളാണ്. ഒരു വിധവും നന്നായി പഠിച്ച ഒരാൾക്ക് ഒരു 60 എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം 3 സെറ്റും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പഠിക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ തൊട്ട് അപ്പുറം ഇപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത കാര്യങ്ങളായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഒരു എക്സാം ടിപ്പുകൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടുള്ള റിവാർഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.